ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 15 വർഷത്തിന് മുകളിലായിട്ട് ഹിയറിംഗ് എയ്ഡ് ഇൻഡസ്ട്രിയിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയ അതുപോലെ തന്നെ ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിന്റെ ചീഫ് ഓഡിയോളജിസ്റ്റ് കൂടിയായ വിവേക് സാർ ആണ്. വിവേക് സാർ, വെൽക്കം. താങ്ക് യു സർ. നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് കുറച്ച് സാറിനോട് ചോദിക്കുന്നത് മെജോറിറ്റി ആൾക്കാർക്കുള്ള ഒരുപാട് സംശയങ്ങളാണ്. ഈ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പൊ അവരിൽ നിന്ന് കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് സാറിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ മെയിൻ പ്രയോറിറ്റി ലിസ്റ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്. അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമാണ്, അത് എല്ലാ ഹിയറിംഗ് ലോസ് ഉള്ളവർക്കും വെക്കാൻ പറ്റുമോ അതോ പെർട്ടിക്കുലർ കാറ്റഗറി ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതെന്താണ് ഇൻവിസിബിൾ കാറ്റഗറി ഹിയറിംഗ് എയ്ഡ്സ്? പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളതിൽ ഏറ്റവും ചെറുതാണ്. ചെവിയുടെ ഉള്ളിൽ നമ്മൾ എടുത്ത് വെക്കുന്നതാണ് ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിൽ കാണുന്നതും ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്സ് തന്നെ ആയിരിക്കും. പക്ഷേ അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവും. അവരുടെ കേൾവി കുറവ് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഹിയറിംഗ് ലോസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കത് ആ ഹിയറിംഗ് എയ്ഡ് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുക. ഏറ്റവും ബേസിക് ടെസ്റ്റാണത്. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര ശതമാനം കേൾവിക്കുറവുണ്ട്, എന്ത് തരം കേൾവി കുറവാണെന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു റിപ്പോർട്ട് കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഐഡിയലി നമ്മൾ ആ ഒരു ഏത് ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം ജനറലി പറയുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും യൂസ് ചെയ്യാം. എന്നാലും എക്സാക്ട്ലി പറയണമെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ടെസ്റ്റ് റിസൾട്ട്സ് കണ്ടാലേ നമുക്കത് കറക്റ്റായിട്ട് ഐഡിയലി പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്തത് കൊണ്ട് കേൾവിശക്തി കൂടാനോ കുറയാനോ സാധ്യതയുണ്ടോ എന്നുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹിയറിംഗ് എയ്ഡ് വെച്ച് തുടങ്ങിയാൽ ലൈഫ് ലോങ് നമ്മൾ വെക്കണോ എന്നുള്ളത്. രണ്ട് ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്നാമത്തത്, ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഹിയറിംഗ് ലോസ് ബെറ്റർ ആകുമോ അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് വേഴ്സ് ആകുമോ? നോർമലി കേൾവിക്കുറവ് വരുമ്പോഴാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഹിയറിംഗ് എയ്ഡിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ നമുക്കുള്ള കേൾവിക്കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളതാണ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഫംഗ്ഷൻ നോർമലി വരിക. അപ്പം നല്ലൊരു ഓഡിയോളജിസ്റ്റിന് എടുത്ത് നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ, ടെസ്റ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്തേക്കുന്ന ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കേൾവിക്കുറവിനെ ഓവർകം ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സഹായിക്കും. ഒരു 80 to 90% വരെ ബെനിഫിറ്റ് കിട്ടുന്ന പേഷ്യൻസ് ഒരുപാടുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്രൊഫൗണ്ട് കാറ്റഗറി, ഒരു 90% കേൾക്കാൻ വയ്യാത്തവർക്ക് പോലും ഇന്ന് ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. ആ ഹിയറിംഗ് എയ്ഡ് വഴി നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഹിയറിംഗ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഹിയറിംഗ് ലോസ് കൂടാനും ചാൻസസ് ഉണ്ട്, കുറയാൻ ചാൻസസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഹിയറിംഗ് നന്നാവാൻ ചാൻസസ് കുറവാണ്. ഉള്ളതുപോലെ തന്നെ ഇരിക്കും ഒന്ന്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രോബ്ലംസ്, ഹിയറിംഗ് ലോസ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് ലൈഫിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ഹിയറിംഗ് എയ്ഡ്സ്. ഹിയറിംഗ് ലോസ് പൊതുവെ ഒരു സെൻസറി ന്യൂറൽ കാറ്റഗറി ഹിയറിംഗ് ലോസ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ ടൈം കൂടുന്തോറും അത് പ്രോഗ്രസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അത് എത്ര സമയം കൊണ്ട് പ്രോഗ്രസ് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല, ഓക്കെ ഇന്ന ഹിയറിംഗ് ലോസ് ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ഒരു റേഞ്ച് വരെ എത്തും, അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവർക്ക് അത് വളരെ വേഗമായിരിക്കാം, ചിലവർക്ക് ഒരുപാട് കൊല്ലങ്ങളെടുത്തായിരിക്കാം അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം പ്രോഗ്രസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നുമില്ല. എന്നാലും ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം മുതൽ അല്ലെങ്കിൽ കേൾവിക്കുറവ് വന്ന് തുടങ്ങുമ്പോൾ മുതലേ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ കേൾവിക്കുറവ് എത്ര പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കുറേ കൂടെ കൂടുതലായിരിക്കും. ആ വെച്ച് പരിചയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അതുമായിട്ട് ട്യൂൺഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എപ്പോഴും. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, എന്തൊക്കെ പറഞ്ഞാലും ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണോ, അല്ലെങ്കിൽ സ്പെഷ്യലി എടുത്ത് ചോദിക്കുന്നതാണ്, കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ മഴ നനയാണെങ്കിലൊക്കെ ഇതിന് ഡാമേജ് വരുമോ, അങ്ങനെ മാറ്റി വെക്കണോ നമ്മൾ നമ്മൾക്ക് വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളത് മാറ്റി വെക്കണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്.
ഐഡിയലി നമ്മൾ ഹിയറിംഗ് എയ്ഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. സാധാരണ ഇലക്ട്രോണിക് ഡിവൈസ് പോലെ തന്നെ വാട്ടർ പ്രൂഫ് ഹിയറിംഗ് എയ്ഡ്സും ഉണ്ട്, വാട്ടർ റെസിസ്റ്റൻറ്റ് ഹിയറിംഗ് എയ്ഡ്സും ഉണ്ട്. ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഒരു 80% ഹിയറിംഗ് എയ്ഡ്സും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വളരെ കുറച്ച് ഹിയറിംഗ് എയ്ഡ്സ് അല്ലെ പ്രീമിയം ഹിയറിംഗ് എയ്ഡ്സ് മാത്രമേ വാട്ടർ പ്രൂഫായിട്ട് വരുന്നുള്ളൂ. അത് വളരെ ചുരുക്കം കമ്പനികൾക്കേ വരുന്നുള്ളൂ. അത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും ഈ വാട്ടർ റെസിസ്റ്റൻറ്റ് ഹിയറിംഗ് എയ്ഡ്സിനേക്കാൾ. വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു IP റേറ്റിംഗ് ഉണ്ട്, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ. നമ്മുടെ മൊബൈൽ ഫോൺസിന് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിനും ഉള്ള പോലെ ഒരു IP റേറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് മിക്കതിനും, അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് മിക്കതിനും IP68 റേറ്റഡ് തന്നെയാണ്, അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് തന്നെയാണ്. എന്നാലും നമ്മൾ നോർമലി സജസ്റ്റ് ചെയ്യുക മാക്സിമം വെള്ളം കയറാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം, അവരെ ഈ ഹിയറിംഗ് എയ്ഡ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. ഇവൻ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും കുളിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് കമ്പനിയിലേക്ക് സർവീസ് ചെയ്തെടുക്കണം. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഇല്ലാതെ ഇരിക്കാം. ഇനി ബാക്കപ്പ് ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ബാക്കപ്പ് ഹിയറിംഗ് എയ്ഡ്സ് ലഭിക്കും. എന്നാൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ, ആ ഹിയറിംഗ് എയ്ഡ് സർവീസിൽ പോകുന്ന ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ഹിയറിംഗ് എയ്ഡ്സും ഇല്ലാതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് നല്ല പരിചയമുള്ള ഒരാളാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്നാലും പൊതുവെ ഇപ്പോൾ 2 ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സും അവൈലബിൾ ആണ്. വാട്ടർ പ്രൂഫും ഉണ്ട്, വാട്ടർ റെസിസ്റ്റൻറ്റും ഉണ്ട്. പക്ഷേ കുളിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിസിലിംഗ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ചാറ്റമഴയൊക്കെ ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് മാറ്റി വെച്ചില്ലെങ്കിലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഭയങ്കര നല്ല ഹെവി ആയിട്ടുള്ള റെയിൻ ആണെങ്കിൽ ഐ വുഡ് പ്രിഫർ അത് ഊരി വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ചിലപ്പം മഴയത്തു നിന്ന് മാറി നിൽക്കാൻ എവിടെയെങ്കിലും ഓടുവോ അങ്ങനെയൊന്നും ചെയ്ത് തെറിച്ച് പോയി കഴിഞ്ഞാലും അറിയില്ല. നോർമലി അത് ചെയ്യുന്ന അനങ്ങില്ല, എന്നാലും ജസ്റ്റ് ഒരു ചാൻസ് എടുക്കണ്ടല്ലോ. ഹിയറിംഗ് ലോസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടാവും. അത് ആർക്കും അത്ര ഫെമിലിയർ അല്ല. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ടൈപ്സ് ഓഫ് ഹിയറിംഗ് ലോസസ്. ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 3 ടൈപ്പാണ് വരിക. ഒന്നാമത്തെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ടുകൊണ്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ 3 എല്ലുകളാണ് ചെവിയുടെ ഉള്ളിലുള്ളത്. അതിനെന്തെങ്കിലും പൊട്ടലുകൾ വരാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സിനിമയിലൊക്കെ കാണും, ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ നിന്ന് ചോര വരുന്നത്. അപ്പം അതും കൊണ്ടൊക്കെ വരുന്നതാണ് ഈ പറഞ്ഞ ഒരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. സൗണ്ട് ഉള്ളിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന പാത്വേയിലുള്ളൊരു പ്രശ്നമാണ് ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ വരുന്നത്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആക്ച്വലി മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ സർജറി കൊണ്ട് ഒരു പരിധി വരെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നാളായിട്ടുള്ള ഒരു കണ്ടക്റ്റീവ് ലോസ് അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ചിലവർക്കുണ്ട് ചെറുപ്പം മുതലേ ഈ ചെവിയിൽ നിന്ന് പഴുപ്പും വെള്ളവും വരിക, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ച് വീണ്ടും കുറേ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് നിൽക്കാം, ഇല്ലെങ്കിൽ ചിലവർക്ക് ഡോക്ടേഴ്സ് സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ്. രണ്ടാമത്തെ ടൈപ്പ് ഹിയറിംഗ് ലോസ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പ് വീക്കാവുന്നു, മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം അങ്ങനെ പറയുന്നതാണ്. അത് പൊതുവെ കണ്ടുവരുന്നത് പ്രായമുള്ളവർക്കാണ്. ഒരു ഇന്ത്യൻ പോപ്പുലേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ 55 വയസ്സിന് മുകളിലോട്ട് ഏകദേശം കേൾവിക്കുറവ് കണ്ടുവരുന്നുണ്ട്. അപ്പം പ്രായമായവരിൽ വരുന്ന കേൾവിക്കുറവ് പൊതുവെ സെൻസറി ന്യൂറൽ തന്നെ ആയിരിക്കും. അതിന് പ്രസ്ബൈക്യൂസിസ് എന്നാണ് പറയാറ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഒരിക്കലും നമുക്കൊരു സർജറി കൊണ്ടോ അല്ലെങ്കിൽ മരുന്ന് കൊണ്ടോ നമുക്ക് റിവേർട്ട് ചെയ്ത് നോർമൽ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കേൾവി ബെറ്റർ ആക്കാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള മെജോറിറ്റി ഓഫ് ദി ടൈം അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പൊതുവേ പ്രായമുള്ളവർ സർജറിയോട് കുറച്ച് താല്പര്യക്കുറവും കാണിക്കാറുണ്ട്. പിന്നെ അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ്സ് തന്നെയാണ്. അപ്പം ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെൻഡ് നോർമലി ചെറുതായിട്ടായിരിക്കും തുടങ്ങുക. നമുക്ക് ഇനിഷ്യലി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു ശബ്ദങ്ങളൊക്കെ മിസ്സാവുന്നു, അങ്ങനെ ആയിരിക്കും നമുക്ക് ആദ്യം തോന്നുക. അത് ഡ്യൂറേഷൻ അല്ലെങ്കിൽ സമയം ചെല്ലും തോറും അത് കൂടിക്കൂടി വരും, അതിൻ്റെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. അത് മോസ്റ്റ് ഓഫ് ദി ടൈം വർഷങ്ങളെടുത്തായിരിക്കും ഇങ്ങനെ കൂടുക. ഇപ്പോൾ നമുക്കാണെങ്കിലും ഒരു കേൾവിക്കുറവുള്ള
ആരെങ്കിലും ഒക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാവും നോർമലി പ്രായമായവരിൽ, നമ്മുടെ മുത്തച്ഛന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ അങ്ങനെയുള്ള ആ ഒരു ജനറേഷനിൽ വരുന്നവർ. അപ്പോൾ അവരോട് ചോദിച്ചാൽ തന്നെ അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ആദ്യം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, ഒരു മേ ബി 2 കൊല്ലത്തിന് ശേഷം ഈ ബുദ്ധിമുട്ടുകൾ പതിയെ കൂടിക്കൂടി വരും. അത് അതിൻ്റെ സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ, നോർമലി ഓവർ ടൈം അത് അതിൻ്റെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും, അല്ലെങ്കിൽ കേൾവി കുറവ് കൂടിക്കൂടിയാണ് വരാറ്. ചിലവർക്ക് അതിൻ്റെ പ്രോഗ്രഷൻ്റെ റേറ്റ് കുറച്ച് സ്ലോ ആയിരിക്കാം, ചിലവർക്ക് ഫാസ്റ്റ് ആയിരിക്കാം. ഇനി ഫാസ്റ്റായിട്ട് വരുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ചില മെഡിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന എൻവയോൺമെൻറ്റ്സ്, നല്ല നോയ്സ് അല്ലെങ്കിൽ ബഹളങ്ങൾ എപ്പോഴും കേൾവിക്കുറവ് വരാനുള്ളൊരു റീസണാണ് എപ്പോഴും നമ്മളുമായിട്ട് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ. അപ്പം ഇതാണ് 2ാമത്തെ കാറ്റഗറി ഹിയറിംഗ് ലോസ്. 3ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്നാണ് പറയുക. മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1ാമത്തെ കാറ്റഗറി കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും 2ാമത്തെ കാറ്റഗറി ഒരു സെൻസറി ന്യൂറൽ, ഇതിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് വരിക. അപ്പം ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്യോർ ടോൺ ഓഡിയോമെട്രി, ആക്റ്റീവ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ചെവിയുടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടിമ്പാനോമെട്രി എന്ന് പറയുന്ന ബേസിക് 2 ടെസ്റ്റുകളാണ് നമ്മൾ നോർമലി ചെയ്യാറ്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഹിയറിംഗ് ലോസിനെ കുറിച്ചുള്ളൊരു നല്ലൊരു ഐഡിയയും കിട്ടും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഹിയറിംഗ് എയ്ഡ് റെക്കമെൻഡ് ചെയ്യാനും പറ്റും. സോ ഇതാണ് ബേസിക്കലി ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് വരിക. അപ്പോൾ സാർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിയറിംഗ് ലോസുകളുടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതോടൊപ്പം എല്ലാവരും ചോദിക്കുന്നതാണ് ഏത് ഹിയറിംഗ് ലോസ് ആണെങ്കിലും നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് വെക്കണോ എന്നുള്ളത്, ഓറൽസ് നമുക്ക് മെഡിസിൻ വെച്ച് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഒരു സംശയമാണ്. ജനറലി നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ഹിയറിംഗ് ലോസുകൾക്കും ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. നിർബന്ധമായിട്ടും വെക്കേണ്ടത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് തന്നെയാണ്. മിക്സഡ് ഹിയറിംഗ് ലോസ് വരികയാണെങ്കിൽ നമ്മൾ ഒരു ENT ഡോക്ടറുടെ ഒരു റെഫറൻസും കൂടെ നമ്മൾ എടുക്കും. ഡോക്ടറും കൂടെ ഒന്ന് നോക്കിയിട്ട് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതാണോ നല്ലത്, അതോ ലൈക്ക് എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് മെഡിസിൻസോ അല്ലെങ്കിൽ സർജറീസോ റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ റെക്കമെൻഡ് ചെയ്ത്, ഇപ്പോൾ സർജറീസ് ആണെങ്കിൽ സർജറിക്ക് ശേഷം നമ്മളൊരു പീരീഡ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഈ ഒരു മിക്സഡ് ലോസിന് ഐഡിയലി നമ്മൾ ഹിയറിംഗ് എയ്ഡ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. കണ്ടക്റ്റീവ് ലോസിന് ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ഒരു ആവശ്യം വരാറില്ല, അത് ആരും റെക്കമെൻഡ് ചെയ്യാറുമില്ല. അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് സിനാരിയോ, അല്ലെങ്കിൽ ഒരുപാട് കൊല്ലങ്ങളായിട്ട് വരുന്ന ഒരു കണ്ടീഷനായിരുന്നിരിക്കണം. സർജറി ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല, മരുന്ന് കഴിച്ച് നോക്കി, എന്നിട്ടും റെക്കറൻ്റ് ആയിട്ട് പിന്നെയും ഇൻഫെക്ഷൻസ് വരും, അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ കണ്ടക്റ്റീവ് ലോസിന് ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. അത് പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്റ്റീവ് ലോസിന് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെക്കാറില്ല എന്ന് തന്നെ പറയണം. സോ അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഹിയറിംഗ് ലോസിനും ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും മെജോറിറ്റി ഓഫ് ദി കേസസ് വരുന്നത് സെൻസറി ന്യൂറലും മിക്സഡ് കാറ്റഗറിയും തന്നെയാണ്. ഇവ രണ്ടിനും ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതിൽ സെൻസറി ന്യൂറലിന് നിർബന്ധമായിട്ടും വെക്കണം. ഇതാണ് ജനറലി നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഹിയറിംഗ് ലോസ് ഉള്ള ചില പേഷ്യൻസിന് ഡോക്ടേഴ്സ് സർജറി റെക്കമെൻഡ് ചെയ്യും, പക്ഷെ എല്ലാവർക്കും സർജറി ഓക്കെ ആവണം എന്നില്ല പേഷ്യൻസിന്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും സർജറിക്ക് പകരമായിട്ട്? നോർമലി ഒരു സർജറി റെക്കമെൻഡ് ചെയ്ത ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ സർജറി തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ. എന്തെങ്കിലും ഇൻഫെക്ഷൻ കമ്പോണൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടക്റ്റീവ് കമ്പോണൻറ്റ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജറി നോർമലി ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറ്. സർജറിക്ക് ശേഷം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പം ആ ടൈമിൽ കഴിഞ്ഞിട്ട് പിന്നെയും ഇത് റെക്കറൻ്റായിട്ട് വരുവാണെങ്കിൽ ചില കേസസിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ള സിറ്റിസൺസ് അല്ലെങ്കിൽ ആൾക്കാർ സർജറിയോട് വലിയൊരു പ്രിയം കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹിയറിംഗ് എയ്ഡ്സ് ആകുമ്പോഴത്തേനും ഇറ്റ്സ് ഈസി. നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ഒരു ഹിയറിംഗ് എയ്ഡ് നോക്കി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളവരെണ്ണം തിരഞ്ഞെടുക്കുക, അതിൻ്റെ ക്ലാരിറ്റി നോക്കുക. ഇത് വലിയൊരു ടീഡിയസ് പ്രോസസ്സല്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹെൽത്തിനെ വേറൊരു രീതിയിലും ബാധിക്കുന്ന ഒരു ഇതുമല്ല. നമുക്ക് ബെഡ് റെസ്റ്റ് വേണ്ടതോ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടോ അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടി ഹിയറിംഗ് എയ്ഡ്സിന് ഓപ്റ്റ് ചെയ്യുന്നത് പൊതുവെ കാണാറുണ്ട്. പിന്നെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും കൂടി ആയിരിക്കാം. സർജറി എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര വലുതാണ് അങ്ങനെയുള്ളത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വാട്ട് കൈൻഡ് ഓഫ് സർജറി ആണ് ഡോക്ടർ പറയുന്നതിനെ ബേസ് ചെയ്തിരിക്കും.
നമുക്ക് പൊതുവേ ഉള്ള ധാരണയാണ് ഹിയറിംഗ് ലോസ് വരുന്നത് പ്രായമായവർക്ക് മാത്രമാണ് എന്നുള്ളത്. ശരിക്കും അതൊരു തെറ്റിദ്ധാരണയാണോ അത് ശരിയായ ധാരണയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേൾവിക്കുറവ് ഏത് പ്രായത്തിലുള്ളവരെയും അഫക്റ്റ് ചെയ്യാം. നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആൾക്കാരെ ഇത് ബാധിക്കുന്നത് പ്രായമാകുമ്പോഴാണ്. പൊതുവെ ഒരു 55-60 വയസ്സിന് ശേഷമായിരിക്കാം. അതേസമയം ജനിച്ച കുട്ടികൾക്ക് വരെ ഹിയറിംഗ് ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർബന്ധമാണ് നിയോനാറ്റൽ സ്ക്രീനിങ് എന്ന് പറയുക. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വിത്തിൻ എ ഡേ അല്ലെങ്കിൽ വിത്തിൻ 2 days മാക്സിമം നമ്മളവർക്ക് ഹിയറിംഗ് സ്ക്രീനിങ് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതിന് OAE ടെസ്റ്റാണ്, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ് എന്നാണ് ടെസ്റ്റിൻ്റെ പേര് പറയാം. അപ്പം അത് നിയോനാറ്റൽ ഹിയറിംഗ് സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ആ ടെസ്റ്റ് ഫെയിലാവുന്ന കുട്ടികൾക്ക് അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പം അത് വഴി തന്നെ നമുക്ക് നല്ലൊരു ശതമാനം കേൾവിക്കുറവ്, അല്ലെങ്കിൽ കുട്ടികളിൽ ജന്മന ഉണ്ടാകുന്ന കേൾവിക്കുറവിൽ നല്ലൊരു ശതമാനം ഇവിടെ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഈസി എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഒരു പ്രോഗ്നോസിസിന് നമുക്കൊരു നോർമൽ എന്താ പറയുക ഒരു പാത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ കുറേ ടിപ്സും അങ്ങനെ കുറേ കൗൺസിലിങ്സും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേൾവിക്കുറവ് ഒരിക്കലും പ്രായമായവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഈ പ്രായമായവരിൽ വരുന്നതാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇനി ജന്മന ഉള്ള കേൾവിക്കുറവ് മാത്രമല്ല, ഇപ്പം ഇൻഫെക്ഷൻസ്, ഇപ്പം നല്ലപോലെ എപ്പോഴും പണ്ടത്തെ ആൾക്കാർ എപ്പോഴും തോട്ടിലും കുളങ്ങളിലും പോയി ചാടി നീന്തി കുളിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ചെവിയിൽ വെള്ളം കയറുന്നതോറും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. ഇപ്പോഴാണെങ്കിലും കുട്ടികൾക്ക് പൊതുവെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പം ഈ ഹിയറിംഗ് ലോസ് ഏത് പ്രായത്തിലുള്ളവരെ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഐഡിയലി പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു മരുന്ന് കൊണ്ട് നിർത്താൻ പറ്റുന്ന കാര്യമായിരിക്കും ഉണ്ടാവുള്ളൂ ഇനിഷ്യലി. അത് ഒരുപാട് നാൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതേസമയം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് ആണ് നമുക്കുള്ളതിൽ മേജർ അല്ലെങ്കിൽ ഒരു പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഹിയറിംഗ് ലോസ് എങ്ങനെ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലക്ഷണങ്ങൾ എന്താണ് ഹിയറിംഗ് ലോസിൻ്റെ? ഹിയറിംഗ് ലോസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ട് അല്ലെങ്കിൽ കേൾവിക്കുറവുണ്ടെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റും. കേൾവിക്കുറവുള്ള ഒരാളുടെ ഏറ്റവും വലിയ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന ഭയങ്കര ഒച്ചത്തിലായിരിക്കും. നോർമലി ഒരാൾ സംസാരിക്കുന്നതിലും ഒരുപാട് ഒച്ചത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുക കേൾവിക്കുറവ് വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫാമിലി ആയിട്ട് എല്ലാവരും ഇരുന്ന് TV കാണുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് ഒച്ചത്തിൽ TV വെച്ച് കാണുന്നു. അതേസമയം വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും ഒരു നോർമൽ വോളിയത്തിൽ അവർക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരാൾക്ക് മാത്രം പക്ഷേ നോർമൽ വോളിയം പോരാ, എപ്പോഴും വോളിയം കൂട്ടി വെക്കുന്നു. മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് നല്ല ഒച്ചത്തിലായിരിക്കും സംസാരിക്കുക. ചിലർ സ്പീക്കറിലിട്ട് വരെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ നല്ല ബഹളമുള്ള സ്ഥലങ്ങളിൽ, അത് ഒരു പക്ഷേ എന്തെങ്കിലും നമ്മളൊരു കടയിൽ പോകുമ്പോഴായിരിക്കാം, സൂപ്പർ മാർക്കറ്റ് ആയിരിക്കാം, റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവുക. കേൾക്കാൻ പറ്റും മിക്കവർക്കും, പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും പ്രൈമറി ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ റിപ്പീറ്റ് ചെയ്യും, ചോദിക്കും. അപ്പം നമ്മൾ പൊതുവെ മലയാളികൾ ആദ്യം ചോദിക്കാൻ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അതും ഒരു ലക്ഷണമാകാം. റെഗുലറായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഓഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഇതിലേറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അവരുടെ സംസാരത്തിൻ്റെ വോളിയമാണ്. അതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം വീട്ടിലാണെന്നില്ല, എവിടെയാണെങ്കിലും ഭയങ്കര ഒച്ചത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുക. അത് ഹിയറിംഗ് ലോസിൻ്റെ ഒരു മെയിൻ ഒരു ലക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സർ, നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നതാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. അപ്പോൾ ഈ ഹിയറിംഗ് ലോസ് വരാതിരിക്കാൻ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട എഫേർട്സ് എന്തൊക്കെയാണ്? ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ കേൾവിക്കുറവ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് പറയാൻ പറ്റുക ഇയർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചെവിയിൽ വേദന അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് വെള്ളമോ കൊഴുപ്പോ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മളൊരു ഡോക്ടറെ ഹെൽപ്പ് തേടുക.
അവരതിനുള്ള മെഡിസിൻസ് കൊണ്ട് തന്നെ മേക്ക് ഷുവർ ആ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പെയിൻ കംപ്ലീറ്റ്ലി മാറി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പം ഇയർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ചെവിയുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഇയർ ബഡ്സ് ഇടാതിരിക്കുക. ഇയർ ബഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, അതായത് ചെവിയുടെ ഈ പുറമേ ഉള്ള ഈ ഭാഗങ്ങൾ മാത്രം ക്ലീൻ ചെയ്യാനാണ് ഇയർ ബഡ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇയർ വാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇയർ ബഡ്സ് നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് ഇടുക എന്നുള്ളത്. ഒരുപാട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇയർ ബഡ്സിൻ്റെ എൻഡ് നമ്മുടെ കർണപടത്തിൽ അല്ലെങ്കിൽ ടിമ്പാനിക് മെംബ്രെയിനിൽ തട്ടാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ടിമ്പാനിക് മെംബ്രെയിൻ റപ്ചർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതും നമുക്ക് ഒരു കേൾവിക്കുറവ് വരാനുള്ള ഒരു റീസണാണ് ഈ പറയുന്ന ഇയർ ബഡ്സിൻ്റെ ഇംപ്രോപ്പറായിട്ടുള്ള യൂസ്. സോ ഏറ്റവും സേഫസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ബഡ്സ് ചെവിയുടെ പുറമെ ക്ലീൻ ചെയ്യാൻ മാത്രം, ഈ ഗ്രൂവ്സൊക്കെ ക്ലീൻ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുക. അടുത്തത് ലൗഡ് നോയ്സസിനോടുള്ള എക്സ്പോഷേഴ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കുക. അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ ഇയർ മഫ്സ് അല്ലെങ്കിൽ ഇയർ പ്ലഗ്സ്, ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പം ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഒരുപാട് നോയ്സ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി വലിയ DJ പാർട്ടീസ്, ഒരു 100 ഡെസിബലിന് മുകളിൽ സൗണ്ട് പോകുന്ന അങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഐഡിയലി നമ്മളിത് യൂസ് ചെയ്യണം. ബട്ട് ആരും യൂസ് ചെയ്യാറില്ല. എടുത്തു പറയാനുള്ള ഒരു കാര്യം ഹെഡ്ഫോൺസിൻ്റെ ഉപയോഗം. ഹെഡ്ഫോൺസ് ആരും ഉപയോഗിക്കേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ട്സിൻ്റെ ലൗഡ്നെസ് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഫോണിൽ തന്നെ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് കിട്ടും. നോർമലി നമ്മൾ വോളിയം ഒരുപാട് കൂട്ടി വെക്കുമ്പോൾ ഇത് ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേൾവിയെ ഇത് ബാധിക്കാം എന്നുള്ളൊരു മെസ്സേജ് മൊബൈൽ ഫോണിൽ തന്നെ കാണും. അപ്പം ആ ഒരു ലെവലിന് എപ്പോഴും താഴെ നിർത്തുക. കാരണം അത് റെഗുലർ യൂസ് വരുമ്പോൾ നമ്മുടെ കേൾവി അത് നെഗറ്റീവായിട്ട് ബാധിക്കാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോയ്സ് കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് അല്ലെങ്കിൽ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്, NIHL എന്ന് പറയും. അത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് ഡാമേജ് ആണ്, അത് റിവേഴ്സിബിൾ അല്ല. അപ്പം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. വരാതെ നോക്കുന്നത് തന്നെയാണ് ഈ NIHLൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു യൂസുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ഉള്ള ഒരു കാര്യം. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുക കേൾവിക്കുറവ് വരാതെ നോക്കാൻ. ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് റീസൺസ് ഉണ്ട്. അതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ നമുക്ക് കേൾവിക്കുറവ് ഉണ്ടായിരുന്നിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് ഹിയറിംഗ് ലോസിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മേ ബി നമുക്കും അത് വരാനുള്ള ചാൻസസ് ഉണ്ട് ഏകദേശം ഒരു പ്രായമാകുമ്പോൾ. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ചില മെഡിക്കേഷൻസ് കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കേൾവിക്കുറവ് വരാറുണ്ട്. അപ്പോൾ അതും ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ആദ്യം മെൻഷൻ ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഹിയറിംഗ് ലോസ് വരാതെ ഇരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക. സോ ഇതൊക്കെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. തെറപ്പി ഒട്ടും ചെവി കേൾക്കാത്ത ഒരാൾക്ക് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? ഒട്ടും ചെവി കേൾക്കാത്ത ഒരാൾക്ക് ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും മിനിമം നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റിയ അവർക്ക് അവയർനെസ് ഉണ്ടാവും. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ട് എന്നറിയുക, അല്ലെങ്കിൽ ഈ സൗണ്ട് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരിക, പുറകിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്നാണോ ഇടത്തു നിന്നാണോ വലത്തു നിന്നാണോ, അങ്ങനത്തെ ഡയറക്ഷനാലിറ്റി എന്ന് ജനറലി പറയും. ഡയറക്ഷൻസ് അറിയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് ചെറിയ സൗണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫാൻ കറങ്ങുന്ന സൗണ്ട്സ് ആയിരിക്കും, അങ്ങനെയുള്ള സൗണ്ട്സ് ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അതാണ് ഏറ്റവും കേൾവിക്കുറവ് കൂടുതലുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഫൗണ്ട് കാറ്റഗറി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഈ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ജന്മന കേൾവിക്കുറവുള്ളവർക്കാണ്. പിന്നെ പ്രായമായവരിലും ഈ പറഞ്ഞ പോലെ ഒരു 90% ഹിയറിംഗ് ലോസ് ഉണ്ടാകാം, 95% ഹിയറിംഗ് ലോസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു നോർമൽ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനേക്കാൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ഹിയറിംഗ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് പോലെ ആയിരിക്കും. ഹിയറിംഗ് എയ്ഡ്സ് ബേസ് ടെക്നോളജി ലെവൽ മുതൽ നല്ല ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസിനും ആ ഒരു ചേഞ്ച് ഉണ്ടാവും, അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനും ആ ചേഞ്ച് ഉണ്ടാവും. മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ട്, എല്ലാം MNC കമ്പനീസാണ്, പുറത്തുനിന്നുള്ള കമ്പനീസാണ്. നോർമലി നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനീസ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരെണ്ണം ഉള്ളത് അങ്ങനെ വലിയൊരു മേജർ കമ്പനി അല്ല, അത് കിട്ടാനും പൊതുവേ അങ്ങനെ കാണാറില്ല.
നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് മേജർലി ഈ യൂറോപ്യൻ ബേസ്ഡ് കമ്പനീസ് തന്നെയാണ്. അതാണ് ഗ്ലോബലി ഉള്ളത്. ഈ ബ്രാൻഡ്സ് എല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആണ്. പക്ഷേ ഓരോ കമ്പനിയുടെ ടെക്നോളജി വൈസ് അതിനുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. മിക്ക കമ്പനീസും ഒരു 1.5-2 കൊല്ലം കൂടുമ്പോൾ പുതിയ ചിപ്പ് സെറ്റ്സ് റിലീസ് ചെയ്യാറുണ്ട്. അപ്പം അതിനകത്ത് ഉള്ള പ്രോസസ്സിങ് സ്പീഡ്, അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, അതിനൊക്കെ ഓരോ വ്യത്യാസം വരുമ്പം ഈ സൗണ്ട് പ്രോസസ്സ് ചെയ്യുന്ന രീതിക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻസ് ഉണ്ടാകും. അപ്പം ഒരു എ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു കമ്പനി ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ക്ലാരിറ്റി ആയിരിക്കില്ല ബി ഒരു കാറ്റഗറി അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹിയറിംഗ് എയ്ഡ്സിന് വരിക. അപ്പം ഇതിൻ്റെ പ്രൈസും വ്യത്യാസം ഉണ്ടാകാം, ചിലപ്പോൾ സിമിലർ പ്രൈസും ആകാം. അപ്പം എപ്പോഴും നല്ലത് ഒരു മൾട്ടിപ്പിൾ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ ട്രയൽ എടുത്ത് നോക്കുക. പിന്നെ അതിന് ഓരോരുത്തരും ഓരോ റീസൺസ് ഉണ്ടാവും. അപ്പം അതിന് നല്ലൊരു ഓഡിയോളജിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് തരും. ആദ്യം ഇന്നതാണ് നല്ലത്, ഇതിൽ ഏത് വേണം ചൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നാരോ ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും നല്ല ഹിയറിംഗ് എയ്ഡ്സ് നമ്മുടെ വിത്തിൻ ബഡ്ജറ്റിലുള്ളത് എടുക്കാം. പിന്നെ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഹിയറിംഗ് ലോസ് എത്ര കൂടിക്കഴിഞ്ഞാലും ഒരു ഹിയറിംഗ് എയ്ഡ് കൊണ്ട് അവർക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇൻഡസ്ട്രീസിനും കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻസ് ആണ് അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ് ഇൻഡസ്ട്രിയിൽ സാറിൻ്റെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയുന്നത് സീമെൻസ് സിഗ്നയുടെ ഡയമണ്ട് അവാർഡാണ്. അത് നമ്പർ 1 ക്ലിനിക്സിന് അവർ കൊടുക്കുന്ന ഒരു കാറ്റഗറി അവാർഡാണ്. അത് കേരളത്തിൽ ഒരെണ്ണമേ ഉള്ളൂ. അത് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ മുഴുവൻ 9 ഉള്ളൂ. അതിൽ സൗത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ് മാത്രമാണുള്ളത്. അതിന് മുന്നേ ഉണ്ടായിരുന്നത് ഇന്നോവേഷൻ ഇൻ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ട്രാവൻകൂറിന് കിട്ടിയ അവാർഡാണ്. അത് ദീപിക വെച്ച ഒരു ഇതിൽ കിട്ടിയതാണ്. മൂന്നാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഒരു അവാർഡായിരുന്നു. ഇത് കൂടാതെ പല ക്യാമ്പുകൾ അല്ലെങ്കിൽ NGOs അങ്ങനത്തെ കുറേ ഹിയറിംഗ് ഡൊണേഷൻസ് അങ്ങനത്തെ കുറേ ഇതിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇതൊക്കെയാണ് ബേസിക്കലി ട്രാവൻകൂറിന് കിട്ടിയിരിക്കുന്ന റെക്കഗ്നിഷൻസ് വരിക. ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതർ ദാൻ ദിസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും അടുത്ത ബ്രാഞ്ചിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ. ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.